എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ ഇടയ്ക്ക് വാശി പിടിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ചീത്ത പറയാറില്ലേ? നമ്മുടെ മക്കൾ പറഞ്ഞാലൊന്നും കേൾക്കാതെ വാശി പിടിച്ച് നിൽക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും കൺട്രോൾ നഷ്ടപ്പെട്ട് ഒന്ന് തല്ലിപ്പോയിട്ടുണ്ടാവില്ല. അത് അവരോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടോ കരുതൽ കൊണ്ടോ ഒക്കെ ആയിരിക്കാം. അടങ്ങാത്ത കോപം മൂലം ഉണ്ടാവുന്നതാണ് അത്തരം സാഹചര്യങ്ങൾ. എന്നാൽ തല്ലുകൊണ്ട് കുഞ്ഞൊന്ന് കരയാൻ മുമ്പുന്ന സമയം ആ കോപം നമുക്ക് തണുക്കും. കുഞ്ഞിൻ്റെ മുഖം മാറുമ്പോഴേക്ക് നമുക്ക് സഹിക്കാൻ കഴിയാതെ വരുന്നു. നമ്മൾ അവരെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുന്നു, കൊഞ്ചിക്കുന്നു, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുട്ടി നിങ്ങളെ മുതലെടുക്കാനുള്ള സാധ്യതയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ നിങ്ങൾ കുഞ്ഞു മനസ്സിൽ നിങ്ങളെക്കുറിച്ചൊരു ബാഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇതുമൂലം കുട്ടി നിങ്ങളോട് ഒന്നും തന്നെ ഷെയർ ചെയ്യാതെ വന്നേക്കാം. നിങ്ങളിൽ നിന്ന് മാനസികമായൊരു അകലം വരാം. അതോടൊപ്പം നിങ്ങളുടെ ബലഹീനത കുട്ടി മനസ്സിലാക്കിയെടുക്കുകയും ചെയ്യും. ഭാവിയിൽ ഇതുപോലൊരു സിറ്റുവേഷൻ വന്നാൽ അവർ തല്ലിയതിനു പകരം വലിയ ഡിമാൻഡ് വെക്കാൻ പഠിക്കും. അതുപോലെ കുഞ്ഞിലേ തല്ലുന്ന കുട്ടിക്ക് തല്ലൊരു പ്രശ്നമല്ലാതായിത്തീരും. വലിയ തെറ്റുകൾ ചെയ്യാനും ആവർത്തിക്കാനും അവർ മടിക്കില്ല. മിക്ക കുട്ടികളെയും അടിക്കുന്നത് ദോഷകരമായാണ് ബാധിക്കാറ്. അതിനാൽ കഴിവതും അടിക്കാതെ കുഞ്ഞിനെ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിക്കാൻ ശ്രമിക്കുക. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളോട് മയത്തിൽ സോപ്പിട്ട് വേണം കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ. അവരോട് ചൂടായിട്ട് കാര്യമില്ല. ചെറിയ കുട്ടികളെ ഒരു കാരണവശാലും തല്ലാൻ പാടില്ല. മയത്തിൽ അനുനയിപ്പിച്ച് കൂടെ നിർത്തി പറഞ്ഞു തിരുത്തുക. ചെറിയ തലച്ചോറല്ലേ, പതിയെ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. ഇനി വല്ലാണ്ട് കൺട്രോൾ നഷ്ടപ്പെടുന്നു എന്ന് തോന്നിയാൽ തെരുവിലെ കുഞ്ഞുങ്ങളെക്കുറിച്ചൊന്ന് ഓർക്കുക. ഒന്ന് ശാസിക്കാനോ ലാളിക്കാനോ ആരുമില്ലാത്ത കുഞ്ഞുങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോഴാണ് എല്ലാം ഉണ്ടായിട്ടും നമ്മുടെ കുഞ്ഞിന് സ്നേഹം കൊടുക്കേണ്ട സമയത്ത് നമ്മൾ അടി കൊടുക്കുന്നത്. അടുത്തത്, കുഞ്ഞില്ലാതെ വിഷമിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുക. അവർക്ക് കിട്ടാതെ പോയ സൗഭാഗ്യമാണ് നിങ്ങൾക്ക് കനിഞ്ഞ് നൽകിയിട്ടുള്ളത്. ഒരു കുഞ്ഞിനെ പെട്ടെന്ന് കിട്ടിയാൽ അവർ സ്നേഹിക്കുന്നത് എങ്ങനെയായിരിക്കും? ഇതോർത്താൽ തന്നെ താനെ തണുക്കും. നിങ്ങളിൽ നിന്ന് നിങ്ങൾ മോശമാണെന്ന് കുഞ്ഞ് പഠിക്കരുത്. അച്ഛനും അമ്മയും സംരക്ഷണമേകാത്ത കുഞ്ഞിനെ കാത്ത് ചുറ്റിലും ആള് കിടപ്പുണ്ട്. നാളെ അത്തരം ചതിക്കുഴികളിൽ കുഞ്ഞ് വീഴാതിരിക്കാൻ ഇന്നു മുതൽ നമ്മൾ കൊടുക്കുന്ന പരിചരണത്തിൽ സൂക്ഷ്മത വേണം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.